നമ്മളെല്ലാവരും 5 വക്കത്ത് നിസ്കരിക്കുന്നവരാണ്. പലരും ചോദിക്കാറുണ്ട്, ഉസ്താദെ, നമസ്കാരത്തിന് ശേഷമുള്ള ദുആ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇപ്പോൾ എല്ലാ പള്ളികളിലും ചെന്നാലും നമസ്കാരത്തിന് ശേഷം പ്രത്യേകമായി ദുആരക്കാറുണ്ട്. ഇപ്പോൾ ഓരോ വക്കത്തുകൾക്ക് ശേഷമുള്ള ദുആ, ഇപ്പോൾ ളുഹർ നമസ്കാരത്തിന് ശേഷം പ്രത്യേകം പറയൽ സുന്നത്തായ ഒരു ദുആയുണ്ട്. അസ്ർ നമസ്കാരത്തിന് ശേഷമുള്ളൊരു ദുആ സുന്നത്തായതുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു വീഡിയോ നമ്മൾ പറയും. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നത് ഈ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ അത് അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. പക്ഷേ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമസ്കാരത്തിന് ശേഷമുള്ള ദുആ അള്ളാഹു വേഗത്തിൽ ഖബൂൽ ചെയ്യും, അത് ഹദീസാണ്. പക്ഷെ ഒരു കാര്യം കൂടി ചെയ്താൽ ഡബിൾ ആണ്, അള്ളാഹു തആല വേഗത്തിൽ ഖബൂൽ ചെയ്യും. എന്താണ് ആ കാര്യം? കേട്ടാലോ. ഒരാൾ അവൻ്റെ എല്ലാ നമസ്കാരത്തിന് ശേഷവും ഒരു കുഞ്ഞൻ ആയത്തും അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു ദിക്റും കൂടി പറഞ്ഞാൽ അവനിക്ക് അള്ളാഹു കൊടുക്കുന്നത് 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലമാണ്. അതുപോലെ തന്നെ പൈശാചിക ഉപദ്രവത്തിൽ നിന്നുള്ള കാവലാണ്. നിരവധി നേട്ടങ്ങളാണ് ആ ഒരു ദിക്റും അതുപോലെ ആ കുഞ്ഞൻ ആയത്തും പറഞ്ഞാൽ അള്ളാഹു അവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണത് എന്ന് നമുക്ക് വിശദമായി കേൾക്കാം. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ഹലാലായ നല്ല ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ച് തരുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ അവരുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് കമൻറ്റായി എഴുതാറുണ്ട്, ദുആ വസിയത്ത് പറയാറുണ്ട്. അല്ലാഹു തആല അവരുടെയും നമ്മുടെയൊക്കെ എല്ലാ വിഷമ പ്രയാസങ്ങളും മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും ഇരുലോക ജീവിതത്തിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ് അല്ലേ? ഫർള് നിസ്കരിക്കാറുണ്ട്, സുന്നത്ത് നിസ്കരിക്കാറുണ്ട്. അല്ലാഹു നമ്മുടെ നമസ്കാരങ്ങളൊക്കെ പരിപൂർണമായി ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പല ആളുകളും നമസ്കാരത്തിന് ശേഷം, ഇപ്പം നമ്മൾ പള്ളികളിലൊക്കെ കൂട്ടമായിട്ട് ദുആ ചെയ്യാറുണ്ട് അല്ലേ? കൂട്ടമായി നമ്മൾ ദുആരക്കാറുണ്ട്. അപ്പോൾ പല ആളുകളും ചോദിക്കുന്നത്, ഈ നിസ്കാരത്തിന് ശേഷം എന്തിനാണ് ഇങ്ങനെ കൂട്ടപ്രാർത്ഥന, എന്തിനാണ് കൂട്ടമായിട്ട് ദുആ ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുണ്ടോ, അങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. സത്യത്തിൽ ഈ ചോദിക്കുന്ന ആളുകൾ ഇവർ സ്വന്തമായിട്ട് ദുആരക്കാറില്ല. ഇവർ നിസ്കാരം കഴിഞ്ഞ് എഴുന്നേറ്റ് പോവലാണ്. പക്ഷേ ദുആ ചെയ്യുന്ന ആളുകളെ കൂടി മടിപ്പിക്കാനുള്ള ചില ചോദ്യങ്ങളാണ് പലരും ചോദിക്കുന്നത്. ആദരവായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, നബി തങ്ങൾ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആ പ്രധാനമായും സ്വീകരിക്കുന്ന 2 സമയങ്ങളുണ്ട്. ഒന്നാമത്തെ സമയം അത് ജൗഫുൽ ലൈൽ, അതെപ്പോഴാണ്? തഹജ്ജുദിൻ്റെ സമയമാണ്. ജൗഫുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പകുതിയും കഴിഞ്ഞിട്ടുള്ള സമയമാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി 3 മണി 4 മണി ആ ഒരു ടൈം, അതായത് തഹജ്ജുദിൻ്റെ സമയം. ആ സമയത്ത് എഴുന്നേറ്റിട്ട് അള്ളാഹുവിനോട് ദുആരക്കുന്ന, അതുപോലെ തന്നെ നമസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ സങ്കടങ്ങളുണ്ടോ അതൊക്കെ പറയുന്ന എല്ലാവർക്കും അള്ളാഹു തആല അവരുടെയൊക്കെ ദുആ പടച്ചവൻ സ്വീകരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. ഒരു സഹോദരൻ പറഞ്ഞതാണ്, ഉസ്താദ്, ഞാൻ താമസിക്കുന്നത് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ തഹജ്ജുദിന് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് ആരും എഴുന്നേറ്റിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ സുബഹി ബാങ്ക് വിളിച്ചാലും പലപ്പോഴും പല വീടുകളിൽ നിന്നും ലൈറ്റൊന്നും തെളിയാറില്ല. അവർക്കൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിസ്കരിച്ചൂടെ എന്നൊരു സഹോദരൻ പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് ഓർത്തുപോയത്, മഹാനായ ഒരു സ്വഹാബി, അദ്ദേഹം തൻ്റെ മകനോടൊപ്പം വെളുപ്പിനെ എഴുന്നേറ്റ് തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ വുളു എടുക്കുകയാണ്. ആ വുളു എടുക്കുന്ന സമയത്ത് ഈ മകൻ ആ വാപ്പയാകുന്ന ആ സ്വഹാബിയോട് ചോദിച്ചു, വാപ്പ, നമ്മൾ ഈ ചുറ്റുപാടും ആരും എഴുന്നേറ്റിട്ടില്ലല്ലോ, ഇവർക്കൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് നിസ്കരിച്ചിട്ട് കിടന്നാൽ എന്താ എന്ന് ചോദിച്ചപ്പോൾ ആ വാപ്പ പറഞ്ഞ മറുപടി, മോനെ, അങ്ങനെ നീ അവരെ ജഡ്ജ്മെൻറ്റ് ചെയ്യാനാണെങ്കിൽ നീ എഴുന്നേൽക്കേണ്ട കാര്യമില്ല. നീ അങ്ങനെ എഴുന്നേൽക്കേണ്ട കാര്യമില്ല, നിനക്ക് കിടന്നുറങ്ങാം. കാരണം ഒരുപക്ഷെ നമ്മൾ നിസ്കരിക്കുന്നു, ബാക്കിയുള്ളവർ നിസ്കരിക്കുന്നില്ല എന്ന് കരുതരുത്. ഒരുപക്ഷെ അവരും നിസ്കരിക്കുന്നുണ്ടാവാം, അവരുടെ വീട്ടിൽ ചിലപ്പോൾ ലൈറ്റ് തെളിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ ബൾബ് തെളിഞ്ഞിട്ടുണ്ടാവില്ല. അത് പല കാരണങ്ങൾ കൊണ്ടാവാം.
അതുകൊണ്ട് നാം ആരെയും വിലയിരുത്താൻ പാടില്ല എന്ന് ആ സ്വഹാബി തൻ്റെ മകന് പറഞ്ഞു കൊടുക്കുന്നൊരു ഉപദേശമുണ്ട്. ഞാനിത് പറയാനുള്ള കാരണം, നമ്മൾ ഈ തഹജ്ജുദിനൊക്കെ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്ത് പലർക്കും ഉണ്ടാകുന്ന മനസ്സിലൊരു ചിന്തയുണ്ട്. ആ ചിന്ത കാരണം നമ്മുടെ നിസ്കാരം തന്നെ ചിലപ്പോൾ അത് ശരിയാവില്ല, അള്ളാഹു സ്വീകരിക്കില്ല. അതിൽപ്പെട്ടതാണ് ഞാൻ മാത്രമാണ് ഇപ്പോൾ നിസ്കരിക്കുന്നത്, ബാക്കിയുള്ളവരെ നിസ്കരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്താ അവർക്കൊക്കെ നിസ്കരിച്ചാൽ എന്താ, അങ്ങനെ മറ്റുള്ളവരെ ഇകഴ്ത്തുന്ന തരത്തിലുള്ള ഒരു ചിന്ത മനസ്സിൽ ആ സമയത്ത് ഉണ്ടാവാൻ പാടില്ല. പലർക്കും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ്. അക്കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആകളെ വേഗത്തിൽ സ്വീകരിക്കുന്ന ഒരു സമയമാണ് ജൗഫുൽ ലൈൽ, അതായത് അർദ്ധരാത്രി അല്ലെങ്കിൽ ആ രാത്രിയുടെ പകുതി പിന്നിട്ട ആ സമയം. രണ്ടാമത്തേത് ബഅദ സ്വലാ, നമസ്കാരങ്ങൾക്ക് ശേഷം. നമസ്കാരങ്ങൾക്ക് ശേഷം ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു തആല ഒരിക്കലും തട്ടിക്കളയില്ലെന്നാണ്. നിസ്കാരം അല്ലേ, അത് വല്ലാത്തൊരു ഇബാദത്താണത്. നമസ്കാരം. ഇപ്പോൾ ഹജ്ജ് നമുക്ക് നിർബന്ധമാണ്. ആർക്ക് നിർബന്ധം? ആരോഗ്യമുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പൈസ ഉണ്ടെങ്കിൽ, വഴി സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പൈസയില്ല, പാവപ്പെട്ടവനാണ്, അയാൾക്ക് ഹജ്ജ് നിർബന്ധമില്ല. ഇനി ഒരാൾ നോമ്പ് പിടിക്കുന്നു, ആ നോമ്പുകാരൻ അയാൾ രോഗിയാണെങ്കിൽ അയാൾക്ക് നോമ്പ് പിടിക്കണ്ട, അയാൾക്ക് അതിൻ്റെതായ ഫിദിയകളും അതുപോലെ തന്നെ കഫാറത്തുകളൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്താൽ മതി. എന്നാൽ ഒരാൾ രോഗിയാണെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിലും അവൻ യാത്രക്കാരനാണെങ്കിലും പിന്നെ എത്ര വലിയ രോഗിയാണെങ്കിലും ആരാണെങ്കിലും നിസ്കാരം നിർബന്ധമാണ്. അതാണ് നിസ്കാരവും മറ്റ് ഇബാദത്തും തമ്മിലുള്ള വ്യത്യാസം. നിസ്കാരം എന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും നമ്മൾ നിസ്കരിക്കാം. ചൂടാവട്ടെ, തണുപ്പാവട്ടെ, മഞ്ഞാവട്ടെ, ഇനി രോഗിയായി കിടക്കുന്നതാവട്ടെ, ഏത് സമയത്തും. നിന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ, ഇരുന്ന് നിസ്കരിക്കും. ഇരിക്കാൻ പറ്റുന്നില്ലേ, കിടന്ന് നിസ്കരിക്കും. കിടന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നില്ലേ, അവൻ ആംഗ്യം കാണിക്കാൻ പറ്റുന്നില്ല, അവൻ്റെ കണ്ണുകൊണ്ട് അവൻ ഇങ്ങനെ നിസ്കരിക്കുന്നത് പോലെ കാണിക്കും. അതിനും പറ്റുന്നില്ല, അവൻ്റെ ഹൃദയം കൊണ്ട് അവൻ നിസ്കാരത്തെപ്പറ്റി ചിന്തിക്ക്, അല്ലേ, നിസ്കാരത്തെപ്പറ്റി ചിന്തിക്ക്. ഇപ്പോൾ ഒരാൾ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്, ഐസിയുയിൽ കിടക്കുന്നു, വെന്റിലേറ്ററിൽ കിടക്കുന്നു, അയാൾക്ക് ബോധമുണ്ടെങ്കിൽ നിസ്കാരത്തിൻ്റെ സമയമായി അല്ലെങ്കിൽ ബാങ്ക് വിളി കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾ ആ കിടന്ന കിടപ്പിൽ തന്നെ മനസ്സിൽ ഇങ്ങനെ ഓർക്കണം, നിസ്കാരത്തിൻ്റെ ഓരോ ആ ചലനങ്ങളും അയാൾ മനസ്സുകൊണ്ട് ഓർക്കണമെന്നാണ്. അത്രമാത്രം പിടിച്ചു വെച്ചിരിക്കുന്നു അല്ലാഹു തആല നിസ്കാരത്തെ നമ്മളുമായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ആ നിസ്കാരം, ഫർദ് നമസ്കാരത്തിന് ശേഷമുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ് ഒരു മനുഷ്യൻ. അപ്പോൾ ഫർദ് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ഏതായാലും അല്ലാഹു സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത് നിസ്കാരം കഴിഞ്ഞിട്ട് പറയേണ്ട ചെറിയ ഒരു ദുആയും ചെറിയ ഒരു ആയത്തും. ഈ രണ്ട് കാര്യം കൂടി ചെയ്തിട്ട് നമ്മൾ ദുആ എന്നാൽ പെർഫെക്റ്റ് ആണ്. അല്ലാഹു തആല ദുആ ഉറപ്പായും സ്വീകരിച്ചിരിക്കും. ഒരാൾ ഒരു ദിക്ർ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അല്ലാഹു തആല അവൻ്റെ ദുആ വേഗത്തിൽ ഖബൂൽ ചെയ്യുമെന്നാണ്. ഇന്നിപ്പോൾ ഒരുപാട് പേര് പരാതി പറയാറുണ്ട്, ഞങ്ങളൊക്കെ ഒരുപാട് സങ്കടത്തിലാണ്, വിഷമത്തിലാണ്, ഒരുപാട് ദുആ ചെയ്തു, നേർച്ചകൾ നേർന്നു, ഒരുപാട് നിസ്കരിച്ചു, നോമ്പ് പിടിച്ചു, എന്നിട്ടൊന്നും രോഗം മാറുന്നില്ല, പ്രയാസം മാറുന്നില്ല, സങ്കടം മാറുന്നില്ല. അങ്ങനെ ഒരുപാട് പരാതി പറയുന്നവരുണ്ട്. ഞാൻ അവരോട് പറയട്ടെ, അങ്ങനെ നമ്മുടെ പരാതി പറയുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന ഈ നിസ്കാരവും നോമ്പും നമ്മുടെ ദുആയും ഒക്കെ ഖബൂലാകുന്നുണ്ടോ, ആ ഖബൂലിയത്ത് കിട്ടാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. അതിൽപ്പെട്ടതാണ് ചില സമയങ്ങളിൽ അല്ലാഹു തആല ദുആ സ്വീകരിക്കും. ആ സമയത്ത് നമ്മൾ ദുആ ഇറക്കണം. അതിൽപ്പെട്ട ഒന്നാണ് അർദ്ധരാത്രി, അല്ലെങ്കിൽ രാത്രിയുടെ 2/3 ഭാഗം പിന്നിട്ട സമയം. അതുപോലെ തന്നെ എല്ലാ നമസ്കാരത്തെ, പ്രത്യേകിച്ച് ഫർദായ നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. ആ ഫർദ് നിസ്കാരത്തിന് ശേഷമുള്ള ദുആ ഒന്നുകൂടി അല്ലാഹു തആല സ്വീകരിക്കാൻ, ഒരിക്കലും തട്ടിക്കളയാതിരിക്കാൻ 1-2 ദിക്റുകൾ പറയൽ, ദുആകൾ പറയൽ പ്രത്യേകം നല്ലതാണ്. ഏതാണ് ആ ദിക്ർ? നമ്മളിപ്പോൾ സാധാരണ നമസ്കാരത്തിന് ശേഷം എങ്ങനെയാ നമ്മൾ നമസ്കാരം കഴിഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അല്ലെ, അങ്ങനെയല്ലേ നമ്മൾ സലാം വിട്ടുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും, അങ്ങനെ തലങ്ങനെ ആട്ടേണ്ട കാര്യമില്ല, തല നേരെ വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അങ്ങനെയല്ല, അസ്സലാമു അലൈക്കും. അക്കും വരുമ്പോൾ പതിയെ തല ഇങ്ങനെ തിരിക്കാൻ തുടങ്ങണം. നമ്മുടെ ഈ കവിള് പുറകിലിരിക്കുന്ന ആളുകൾക്ക് കാണാൻ പറ്റുന്ന തരത്തിലേക്ക് ഇങ്ങനെ തിരിക്കണമെന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അങ്ങനെയാണ് സലാം വീട്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും, അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ആ സലാം വീട്ടുന്ന രൂപം മനസ്സിലാക്കി വെക്കുക.
സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉടൻ തന്നെ പറയണം എന്ത്? അസ്തഗ്ഫിറുല്ലാഹ് 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 3 പ്രാവശ്യം നമ്മൾ ഇസ്തിഗ്ഫാർ പറയും. അത് കഴിഞ്ഞോ അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം വ ഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം വ അദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം. അല്ലേ, ആ ദിക്റൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ മുബദ്ദില ലിമാ ഹകംത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ് തുടങ്ങിയ ഒരുപാട് ദിക്റുകളുണ്ട്. പല രൂപത്തിലും ഈ ദിക്ർ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആ രൂപം നമ്മൾ പഠിച്ച രൂപത്തിൽ പറയുക. അത് കഴിഞ്ഞിട്ടൊരു മനുഷ്യൻ ആയത്തുൽ കുർസിയാണ് ഓതേണ്ടത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ദുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. ഈ ആയത്തുൽ കുർസി ഒരു മനുഷ്യൻ ആയത്തുൽ കുർസി ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ഓതിയാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒരൊറ്റ മറ മാത്രമാണ്. അത് മരണമെന്ന മറ മാത്രമാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ റബ്ബേ എത്ര വലിയ നേട്ടമാണ്. ഒരു മനുഷ്യൻ വീട്ടിലേക്ക് കയറുന്ന സമയത്ത്, വാഹനത്തിലേക്ക് കയറുമ്പോൾ, അവന്റെ സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ, അവൻ സ്കൂളിലേക്ക് പഠിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നു, അവൻ ട്യൂഷൻ സെന്ററിലേക്ക് പോകുന്നു, അവൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നു, അങ്ങനെ എന്ത് കാര്യത്തിനാണോ നമ്മൾ പോകുന്നത് ആ കാര്യം ഹൈറായി കിട്ടാൻ, പ്രത്യേകിച്ച് വീട്ടിലേക്ക് കിടക്കുമ്പോൾ ഐശ്വര്യവും ഉണ്ടാവാൻ, അതുപോലെ തന്നെ വഴക്കുകളൊക്കെ മാറാൻ, പ്രയാസങ്ങളൊക്കെ മാറാൻ ആയത്തുൽ കുർസി ഓതുക. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. നിരവധി നേട്ടങ്ങളാണ്. ആയത്തുൽ കുർസി പതിവാക്കുന്ന ആളുകൾക്ക് കൂട്ടുകാരായി വരുന്നത് മലക്കുകളാണ്. ദുആക്ക് വേഗത്തിൽ അല്ലാഹു ഉത്തരം തരുന്നതാണ്. ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് ആയത്തുൽ കുർസി പതിവാക്കണമേ. തെറ്റുകളൊക്കെ പൊറുക്കപ്പെടാനും ആയത്തുൽ കുർസി പതിവാക്കണമേ. അതുപോലെ ഈമാനോട് കൂടിയുള്ള മരണത്തിനും ആയത്തുൽ കുർസി പതിവാക്കണേ. 5 പ്രധാനപ്പെട്ട വലിയ നേട്ടങ്ങളാണ് ആയത്തുൽ കുർസി ഓതുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്നത്. എപ്പോ? ഏത് സമയത്തും. പ്രത്യേകിച്ച് നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതിക്കഴിഞ്ഞാൽ ഈമാനോടുകൂടിയുള്ള മരണം അല്ലാഹു നൽകുന്നതാണ്. അപ്പോൾ നമ്മൾ ഇസ്തിഗ്ഫാർ പറഞ്ഞു, അല്ലാഹു അന്തസ്സലാം എന്ന ദിക്ർ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് അല്ലാഹു ലാ മാനിഅ ലിമാ അഅതൈത എന്ന ദിക്ർ പറഞ്ഞു, പിന്നെ നമ്മൾ പറയുന്നത് ആയത്തുൽ കുർസിയാണ്. ഈ ആയത്തുൽ കുർസിയും കൂടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പറയണം എന്ത്? സുബ്ഹാനല്ലാഹ്. എത്ര? 33 പ്രാവശ്യം. അത് കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം. അല്ലാഹു അക്ബർ അതും 33 പ്രാവശ്യം. ഇനി 100 എണ്ണം തികക്കാൻ വേണ്ടി പറയണം എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. മുമ്പ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഈ ദിക്ർ പറയുമ്പോൾ ഇതിൽ യുഹ്യി വയുമീതു എന്ന് ചേർക്കേണ്ട കാര്യമില്ല. കാരണം ഹദീസിൽ അങ്ങനെ വന്നിട്ടില്ല. ഹദീസിൽ വന്നിട്ടുണ്ട് ഈ യുഹ്യി വയുമീതു എന്ന് ചേർത്തിട്ട് ആ ദിക്ർ വന്നിട്ടുണ്ട്. അത് എപ്പോൾ പറയണം? മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും സുബ്ഹി നമസ്കാരത്തിന് ശേഷവും ഉടൻ തന്നെ അതേ സ്ഥലത്തിരുന്ന് കാലുകൾ അനക്കാതെ ആ ഇരുത്തത്തിൽ തന്നെ നമ്മുടെ സലാം വീട്ടിൽ ഉടൻ തന്നെ 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് അവിടെയാണ് നമ്മൾ യുഹ്യി വയുമീതു എന്ന് ചേർത്ത് പറയേണ്ടത്. ഇനി അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ആ ഒരു രീതി അതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 100 എണ്ണം തികക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നളറല്ലാഹു തആല ലഹു, അല്ലാഹു അവനിലേക്കൊരു നോട്ടം നോക്കും. റഹ്മത്തിൻ, കാരുണ്യത്തിൻ്റെ നോട്ടം അല്ലാഹു നോക്കുന്നതാണ്. മാത്രമല്ല ആ ദിക്ർ പറഞ്ഞതിന് ശേഷം അവൻ എന്താണോ ദുആരക്കുന്നത് അല്ലാഹു ആ ദുആ സ്വീകരിക്കുന്നതാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖാല, ഒരു മനുഷ്യൻ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, വളരെ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്റാണ്. എന്ന് പറഞ്ഞേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എന്താ അതിൻ്റെ അർത്ഥം? നമ്മളൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, അവൻ ഏകനാണ്, അവനിക്ക് യാതൊരു പങ്കുകാരുമില്ല. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു, അല്ലാഹുവേ നിനക്കാണ് മുഴുവൻ രാജാധികാരവും, നിനക്കാണ് മുഴുവൻ സ്തുതികളും.
വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവേ എല്ലാത്തിനും നിനക്ക് കഴിവുണ്ട്, എല്ലാ കഴിവുകളും നിന്റേതാണ്, എല്ലാത്തിനും നിനക്ക് കഴിവുണ്ട് എന്നർത്ഥം വരുന്ന ആ ദിക്ർ അതൊരു മനുഷ്യൻ കുല്ല യൗമിൻ മിഅത മറ, എല്ലാ ദിവസവും 100 വട്ടം അവൻ പറഞ്ഞാൽ, ഒറ്റ ഇരിപ്പിന് തന്നെ പറയണമെന്നില്ല, നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞാൽ മതി. രാവിലെ കുറച്ച് പറഞ്ഞു, ഉച്ചക്ക് കുറച്ച് പറഞ്ഞു, വൈകിട്ട് കുറച്ച്, അങ്ങനെ പറഞ്ഞാൽ മതി. അങ്ങനെ എത്ര പ്രാവശ്യം? 100 വട്ടം. മിഅത മറ, ഒരാൾ 100 വട്ടം പറഞ്ഞാൽ കാനത ലഹു അദ്ല അശറ റിഖാബ്, 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം എന്ന് പറഞ്ഞാൽ, മുൻകാലങ്ങളിലൊക്കെ അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇന്നതില്ല. ആ സമയത്ത് അടിമകളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വളരെ പ്രാധാന്യമുള്ള, വളരെ കൂലി കിട്ടുന്നൊരു കാര്യമാണ്. ആ ഒരു കൂലി നമുക്ക് ഈ കാലത്ത് നേടാൻ എത്ര, 1 അല്ല 2 അല്ല 3 അല്ല 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടും. എന്തു പറഞ്ഞാൽ ഈ ഒരു ദിക്ർ 100 വട്ടം പറഞ്ഞാൽ പിന്നെയോ 100 നന്മകൾ ചെയ്ത പ്രതിഫലം, 100 തിന്മകൾ അല്ലാഹു മായ്ക്കപ്പെടുന്നു. രാവിലെയാണ് ഈ ദിക്ർ പറയുന്നതെങ്കിൽ രാത്രി വരെ ഹിർസും മിനശ് ശൈത്വാൻ, ശൈത്വാനിൽ നിന്നുള്ള കാവൽ അല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാണ്. ഇനി രാത്രിയാണ് പറയുന്നതെങ്കിൽ രാവിലെ വരെ അവനിക്ക് അല്ലാഹു തആല ശൈത്വാന്റെ ശർറിനെ തൊട്ടുള്ള കാവൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് വളരെ പ്രാധാന്യമുള്ളൊരു ദിക്റാണ്. അപ്പോൾ നമ്മൾ നമസ്കാരത്തിന് ശേഷം ഈ ഒരു ദിക്റുകൾ, ആദ്യം ഇസ്തിഗ്ഫാർ പറയുന്നു, പിന്നെ നമ്മൾ അല്ലാഹുമ്മ അന്തസ്സലാം, പിന്നെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആയത്തുൽ കുർസി ഓതുന്നു. ഇനിയിപ്പോൾ ഈ 3 ദിക്ർ പറഞ്ഞില്ലെങ്കിലും, പറയൽ വളരെ പ്രാധാന്യമുള്ളതാണ്, സുന്നത്താണ്. ഇനി അഥവാ പറഞ്ഞില്ലെങ്കിലും ആയത്തുൽ കുർസി നമ്മൾ മുടക്കാൻ പാടില്ല. ആയത്തുൽ കുർസി, അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, ആയത്തുൽ കുർസി 1 പ്രാവശ്യം, അത് കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, 100 തികക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ദിക്ർ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അവൻ്റെ ദുആ അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. അതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പോൾ ദുആ സ്വീകരിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട 2 സമയങ്ങൾ, ഒന്ന് ജൗഫുൽ ലൈൽ, പാതിരാത്രി, രണ്ടാമത്തേതോ ദുബറ കുല്ലി സ്വലാ, എല്ലാ നമസ്കാരത്തിന് ശേഷവും, എല്ലാ ഫർദ് നമസ്കാരത്തിന് ശേഷവും എന്ന് മറ്റൊരു റിവായത്തിൽ കാണാം. അങ്ങനെ നിസ്കാരത്തിന് ശേഷം ഏതായാലും അല്ലാഹു ദുആ സ്വീകരിക്കും. പക്ഷേ ഈ ഇപ്പം പറഞ്ഞ ഈ ദിക്റുകൾ കൂടി പറഞ്ഞിട്ട് ദുആ എന്നാൽ വമ്പൻ പ്രതിഫലമാണ്, അള്ളാഹു വേഗത്തിൽ ഖബൂൽ ചെയ്യുമെന്നാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ഉസ്താദേ, ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? ആയിക്കോട്ടെ, അറിയാവുന്ന കാര്യമാണെങ്കിലും ഒന്ന് ഉണർത്തി തരുമ്പോൾ അത് നിത്യമായി ചെയ്യാനുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഇനി അഥവാ ചെയ്യാത്തവരാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ, ഇത് കേട്ടത് മുതൽ നിങ്ങൾ ചെയ്യുക. ഇത് മറ്റുള്ളവർ കൂടി എത്തിച്ചു കൊടുക്കും. ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാകും, നമ്മുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ഇതിൽ അശ്രദ്ധമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവർക്കും കൂടി ഇത് അയച്ചു കൊടുത്താൽ അവരും ഇത് കേട്ട് അവരും ഇത് പ്രാവർത്തികമാക്കിയാൽ പറഞ്ഞ എനിക്കും അയച്ച നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അതിൻ്റെ നേട്ടം കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറായ ഒരു ജീവിതം നൽകുകയും ആ ജീവിതത്തിൽ ഒരുപാട് നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ഒരുപാട് നേട്ടങ്ങൾ കരസ്ഥമാക്കി അവസാനം മരിക്കുമ്പോൾ ശുഹദാഇൻ്റെ പ്രതിഫലം കിട്ടുന്ന നല്ല മരണം അള്ളാഹു തആല നമുക്കെല്ലാവർക്കും നൽകി പറിച്ചവൻ നമ്മളെല്ലാവരെയും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേരാണ് ഈ കമൻറ്റുകൾ വായിച്ചു നോക്കിയാൽ ദുആ മാത്രമാണ്, ദുആ വസിയത്ത് മാത്രമാണ്. അള്ളാഹുവെ പടച്ചവനെ, ആരൊക്കെ ഞങ്ങളോട് ദുആ രംഗാൻ പറഞ്ഞു, അവരുടെയൊക്കെ അവസ്ഥകളും അവരുടെയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നീ അറിയുന്നവനാണ് ഞങ്ങളെക്കാൾ കൂടുതൽ. അള്ളാഹു അവരുടെയൊക്കെ എല്ലാ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവിധ ഖൈറും അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അള്ളാഹു നമ്മളെ സലാമത്തിലാക്കട്ടെ, അവൻ്റെ കാവലിൽ ആക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.